ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അടുക്കള നല്ല ക്ലീനായി നീറ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളെ അടുക്കള നല്ല പോലെ ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ. നമുക്കിപ്പോൾ അടുക്കള ക്ലീനായിട്ടും നീറ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ വലിയ അത് വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെൽഫുകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഉള്ളത് നമ്മുടെ കുഞ്ഞടുക്കളയാണേലും അത് നമുക്ക് നല്ല നല്ല പോലെ സൂക്ഷിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. ടിപ്പ് നമ്പർ 1 നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കൗണ്ടർ ടോപ്പിന് മുകളിൽ നിന്നുണ്ടല്ലോ ഓരോന്നും ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോഴേ ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും. നമ്മൾ ഒരു പാത്രം എടുത്തു, അതവിടെ വെച്ചു, പിന്നെ നമുക്കത് ആവശ്യമില്ലാന്ന് തോന്നിയാൽ അത് അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി വെക്കാതെ വീണ്ടും എന്തെങ്കിലും ഒന്ന് അടുത്തതെടുത്തു, അതും അവിടെ വെച്ചു, ഒരു കത്തി എടുത്തു, അതവിടെ വെച്ചു, അങ്ങനെ എല്ലാം അങ്ങനെ പരത്തിയിടുമ്പോൾ നമുക്കൊരു കാണുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് നമുക്ക് എടുത്ത് അത് ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തനിയെ അങ്ങനെ വെച്ചോളും. അപ്പോൾ ആദ്യം ആ ഒരു പരത്തിയിടുന്ന ശീലം നമ്മളൊന്ന് ഒഴിവാക്കുക. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് മുകളിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണോ ആവശ്യമുള്ളത് അത് മാത്രം വെക്കുക. അനാവശ്യമായിട്ടുള്ള ഒരു പാത്രമോ ഒരു കത്തിയോ അങ്ങനെ ഒരു ഐറ്റംസും നമുക്കവിടെ ഉണ്ടാവരുത്. ടിപ്പ് നമ്പർ 2 ആണ് നമ്മളെ സ്റ്റൗവ്. നമ്മളെ കിച്ചണിലെ സ്റ്റൗവ് മെയിനായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ചായ ഉണ്ടാക്കിയത്, കറി ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് അങ്ങനെ തെറിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ എപ്പോഴാണോ അതായിട്ടുള്ളത് ആ ടൈമിൽ തന്നെ നമ്മളത് ക്ലീൻ ആക്കുക. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചൂട് പോയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ പിന്നത്തേക്ക് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് വിട്ടുപോകും. അപ്പോൾ അതിൽ കൂടുതൽ ഉണങ്ങി വരുന്നതോറും അതിൽ കറ പിടിക്കാനും ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ സ്റ്റൗവ്, ഇനി അതല്ലെങ്കിൽ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അടുപ്പിൻ്റെ ചുറ്റുഭാഗം നമുക്ക് കറി പോയതും കറി തിളച്ച് പോയതും അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതാത് ടൈമിൽ തന്നെ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കാനുള്ള ടിപ്പ് നമ്പർ 3 ആണ്. നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. നമുക്ക് അടുക്കളയിൽ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണല്ലോ സിങ്ക്. അപ്പം അത് പാത്രങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിരിക്കും. പിന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. കാരണം ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് വരുമ്പോൾ നമുക്ക് കഴുകേണ്ടി വരുമല്ലോ ഒരു നെഗറ്റീവ് തോട്ട് നമുക്ക് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോ എന്താ പറയുക ഓരോന്നും യൂസ് ചെയ്യുന്ന അപ്പം തന്നെ നമുക്ക് കഴുകി വെക്കാൻ ഒരു ശീലമാക്കി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും നമ്മൾ ശീലമായി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. മിക്കവാറും പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സിങ്ക് നിറച്ച് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കുറേ ഒരു പാത്രങ്ങളല്ലേ. അപ്പം മിക്കവാറും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അടുത്തതായിട്ട് ഒരു ടിപ്പ് പറയട്ടെ. ഇതിൽ ഉൾപ്പെടുത്തുന്നതെല്ലാം നമുക്ക് ജോലിഭാരം കുറയാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. പുതിയ വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സിങ്ക്, അതുപോലെ തന്നെ അടുപ്പ്, സ്റ്റൗവ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കൈയിൻ്റെ തൊട്ടടുത്താവുന്ന രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്താൽ അതങ്ങനെ ആയിട്ട് കിട്ടുള്ളൂ. ഫ്രിഡ്ജൊക്കെ നമുക്ക് ഒരു വർക്ക് ഏരിയയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചിലരൊക്കെ 2 സെപ്പറേറ്റ് ആയുള്ള അടുക്കള അല്ലാതെ ഒന്നിച്ചുള്ള അടുക്കളയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൂടുതലായിട്ട് യൂസ്ഫുൾ ആക്കുമല്ലത്. സിങ്കിൽ പാത്രങ്ങൾ കൂട്ടി വെക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിങ്ക് ഡെയിലി കഴുകുക. നമ്മൾ ആ ഒരു സിങ്കും അതിൻ്റെ ഏരിയ ഒക്കെ ഡെയിലി കഴുകുക. നമുക്ക് രാത്രിയിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒന്ന് സിങ്ക് കഴുകുക. അല്ലെങ്കിൽ അതല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുകുക. ഇത് ഡെയിലി എന്തായാലും ചെയ്യേണ്ടതാണ്. നമ്മൾ സിങ്കിലൊക്കെ പാത്രങ്ങൾ കഴുകുന്ന ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ നിന്ന് അങ്ങനെ ഒരു അഴുക്ക് പിടിക്കും. അപ്പോൾ അത് ഒരു എച്ചിൽ പോലെ ഒരു സംഭവം. ടിപ്പ് നമ്പർ 4 നമ്മൾ കണ്ടെയ്നറുകളുണ്ടല്ലോ, ബോട്ടിൽസ്, അത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഇനി അതല്ല കാണാത്ത രീതിയിലുള്ളതാണെങ്കിൽ നമ്മളതിൽ ലാബിൽ ഒട്ടിച്ച് ഓരോന്നിൻ്റെയും പേരുകൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനും സൗകര്യമായിരിക്കും. പെട്ടെന്ന് എല്ലാം അങ്ങനെ തുറന്ന് ആകെ പരത്തിയിടേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലല്ലോ.
ഇത് ടൈം ലാഭിക്കാനും കൂടിയുള്ളൊരു ടിപ്പാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വേസ്റ്റ് ബിന്ന് നമ്മൾ ഡെയിലി ഒഴിവാക്കുക. ഒരു വേസ്റ്റ് ബിന്ന് നമ്മൾ കിച്ചണിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആകെ വൃത്തികേടായിട്ട് ഇരിക്കില്ലല്ലോ. അത് കറക്റ്റായിട്ട് അതിൽ തന്നെ ഇടുക. നമുക്ക് ഉള്ളിയുടെ തൊലി അതുപോലെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഡെയിലി അത് ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഡെയിലി ഒഴിവാക്കാത്തവരാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഒരു പ്രാണിയൊക്കെ വരും. അതുപോലെ തന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്കത് ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഡെയിലി നമ്മളത് ഒഴിവാക്കുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവരാം. ഇനി ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ട ഒരു ടിപ്പാണ്, 6-ാമത്തെയും 7-ാമത്തെയും കൂടെ ടിപ്പാണ്. നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. നമുക്ക് ഡെയിലി ഒന്നും ഇപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പോകുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടച്ചെടുക്കുക. ഡെയിലി ഒന്നും ഇപ്പോൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കാൻ പിന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കബോർഡ്സ് കാര്യങ്ങളൊക്കെ ഒരാഴ്ചയിലൊരിക്കലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചതുണ്ടെങ്കിൽ സ്റ്റോർ റൂമൊക്കെ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക ആഴ്ചയിലൊരിക്കൽ. അപ്പോൾ എന്തായാലും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അടുത്തത് 8-ാമത്തെ ടിപ്പാണ്. നമുക്ക് ഉറുമ്പ് പാറ്റൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും കൂടെ ഉള്ളതാണ്. നമുക്ക് പഞ്ചസാര, മധുരമുള്ള പലഹാരങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നല്ല അടച്ച് വെച്ചുള്ളൊരു പാത്രത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക. ഇവ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറുമ്പ് മറ്റുള്ള ഒരു കൂറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമായിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ തന്നെ വെച്ച് അടച്ച് വെക്കുക. 9-ാമത്തെ ടിപ്പാണ് നമ്മൾ സാധനങ്ങൾ ക്രമീകരിക്കുക. ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കിച്ചണിൽ ആവശ്യം ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലീനിങ് ഐറ്റംസ്, സോപ്പ്, ലിക്വിഡ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളൊരു ബോക്സിൽ വെക്കുക. നമുക്ക് വലിയ വില കൊടുത്ത് വലിയ ബോക്സ് മേടിക്കണം എന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിലും അതിലാണെങ്കിലും നമ്മൾ വെക്കുക. ഓരോ ഐറ്റംസ് അങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ മസാല പൊടികൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ചിക്കൻ മസാല, സാമ്പാർ പൊടി, അങ്ങനെ പിക്കിൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലിഭാരം നല്ലപോലെ കുറഞ്ഞ് കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കാൻ തോന്നിയാൽ അച്ചാർ പൊടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ തുറന്ന് നമ്മൾ ആ ഒരു ടൈം കളയും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഓരോ ഐറ്റംസും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഓർമ്മയിലുള്ള രീതിയിൽ നമ്മൾ വെക്കുക. 10-ാമത്തേതാണ് നമുക്ക് കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കിച്ചണിലാകുമ്പോൾ പല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ, ഇനി മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടൊക്കെ വെള്ളമോ ഭക്ഷണങ്ങളൊക്കെ നിലത്ത് വീഴുമല്ലോ, അത് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഡിലേ ആവും. പിന്നെ ചെറിയ മക്കളൊക്കെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരത്തിക്കൊണ്ടുപോകും. അപ്പോൾ അത് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കിച്ചണ് ക്ലീനായിട്ടും നീറ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ള കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി നിങ്ങൾ ഇതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും ഷെയർ ആക്കാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.